ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നന്നായി അരച്ചെടുത്ത് നാളികേരവും ഉപ്പും ചേർത്ത് യോജിപ്പിക്കുക. പത്തിരി ചട്ടിയിലാണ് നമ്മളിന്ന് ഓട്ടട തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ 2 കൈയിൽ ഈ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി അടച്ചു വെച്ചിട്ടാണ് പാകം ചെയ്യേണ്ടത്. ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിയുള്ള മാവായിരിക്കണം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ഓട്ടട സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. അപ്പം നമ്മൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ഈ കോഴിമുട്ട നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കുക. ഈ തക്കാളി നന്നായി വഴറ്റുക. തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി നന്നായിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർക്കുക. ഇത് ഒരുപാട് തിക്നെസ് ഉള്ള കറിയൊന്നുമല്ല, വളരെ ലൈറ്റായിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരമെല്ലാം വറുത്ത് അരയ്ക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. ഈ കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ട് നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള ഓട്ടടയും നല്ല മുട്ടക്കറിയും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.